നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാഡം കാണിക്കുന്നത് മണ്ടത്തരമാണെന്നേ ഞാൻ പറയൂ. രൂപേഷിനെ പോലെ തന്നെ ഒരു മരമണ്ടൻ അയാളും. അയാളെ കൂടെ നിർത്തിയാലും നിങ്ങൾക്കാ അതിന്റെ നേട്ടം. കൊണ്ട് മുന്നിൽ നിർത്തിയ ഒരു ആനച്ചന്തമൊക്കെ ഉണ്ടെന്നല്ലാതെ ഒരു ഗുണവും മണവൊന്നും ഇല്ലാത്ത സങ്കരനം മുരിങ്ങാക്കോല. വല്ലപ്പോഴും കുറച്ച് കാശ് കൊടുത്താൽ മതി, കൂടെ നിന്നോളും. പകരം ദർശന തലപ്പത്ത് വന്നാലോ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാ. അവിടെയും അവള് മുന്നിൽ നിർത്തി കളിക്കുന്നത് മറ്റൊരു മണ്ടനെയാണെന്നേ ഉള്ളൂ. രൂപേഷ് ചെയർമാനായി വന്നാലും ഭരണം ദർശന തന്നെയായിരിക്കും. പവിത്രൻ സാറിനെ ജയിലിലാക്കിയത് പോലും അവളുടെ ബുദ്ധിയല്ല. യതി സാറിനെ ഇളക്കി വിട്ടതും അവളുടെ തന്ത്രത്തിന്റെ ഭാഗമാണോന്നാ എനിക്ക് സംശയം. ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, ദർശന തലപ്പത്ത് വന്ന തീർന്നു. 10 ഗിരിജമാരുടെ ബുദ്ധിയും 10 പവിത്രന്മാരുടെ കരുത്തും അവൾക്കുണ്ട്. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ സൂത്രശാലിയാ എൻ്റെ അമ്മ. എൻ്റെ അമ്മയും എന്നെയൊക്കെ അവൾ ഇക്ഷ ഇറാന്നൊക്കെ എഴുതിച്ചൊക്കെ മേഡവും കണ്ടതല്ലേ. വലിയ ആദർശവതിയും സത്യസന്ധയുമാണെന്നൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഒരു പ്രത്യേക വിരുദ് തന്നെ അവൾക്കുണ്ട്. പ്രത്യക്ഷത്തിൽ അങ്ങനെ വരുത്തി തീർത്തിട്ട് അവൾ അവളുടെ പണി തുടങ്ങും.